തനിക്ക് ശേഷം പ്രളയം എന്ന് വിശ്വസിച്ചിരുന്ന പ്രേംകുമാർ എന്ന കൊടും കുറ്റവാളിക്ക് ഒടുവിൽ സംഭവിച്ചത് സ്വന്തം മൃതദേഹം പോലും ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. 2 കൊലപാതക കേസുകളിൽ പ്രതിയായ പ്രേംകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബം തയ്യാറാവാത്തതിനെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ തന്നെ സംസ്കരിക്കേണ്ടി വരുമെന്ന് പോലീസ് അറിയിച്ചു. തൃശൂരിലെ പടിയൂരിൽ ഭാര്യ രേഖയെയും ഭാര്യാമാതാവ് മണിയെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രേംകുമാറിനെ ദിവസങ്ങൾക്ക് ശേഷമാണ് കേദാർനാഥിലെ ഒരു വിശ്രമ കേന്ദ്രത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു ക്രിമിനലിന്റെ ജീവിതത്തിലെ ദയനീയമായ അന്ത്യം എന്നതിലുപരി കുടുംബ ബന്ധങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും തകർത്ത ഒരു മനുഷ്യന്റെ ദുരന്ത പര്യവസായിയായ യാത്ര കൂടിയാണിത്. ബന്ധുക്കളുടെ ഭയവും മൃതദേഹത്തിന്റെ അനാഥത്വവും പ്രേംകുമാറിന് ഒരു മകളും മകനും അമ്മയും സഹോദരനുമെല്ലാം ഉണ്ട്. എന്നിട്ടും സ്വന്തം കുടുംബത്തിലെ ആരും തന്നെ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നത് ഈ കേസിലെ ഏറ്റവും വേദനാജനകമായ വസ്തുതയാണ്. മൃതദേഹം ഏറ്റുവാങ്ങുന്നത് ഭാവിയിൽ നിയമപരമായ കുരുക്കുകൾക്ക് വഴിയൊരുക്കുമോ എന്ന ഭയമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. പ്രേംകുമാറിന്റെ മുൻകാല ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഈ ഭയം തികച്ചും സ്വാഭാവികമാണ്. 2019 തന്റെ ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരുന്നു പ്രേംകുമാർ. കാമുകി സുനിത ബേബിയോടൊപ്പം ജീവിക്കാൻ വേണ്ടിയായിരുന്നു ആ ക്രൂരമായ കൊലപാതകം നടത്തിയത്. ആ കേസിൽ ഇരുവരും അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ചെയ്തു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ പ്രേംകുമാർ സുനിതയുമായി വേർപിരിയുകയും രേഖയെ വിവാഹം കഴിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ആ ബന്ധവും ഒരു കൊലപാതകത്തിൽ കലാശിച്ചു. ഇരട്ട കൊലപാതകവും ഒളിവ് ജീവിതവും. ജൂൺ 4 ഉച്ചതിരിഞ്ഞാണ് പടിയൂരിലെ വാടക വീട്ടിൽ വെച്ച് കാറളം വെള്ളാനി സ്വദേശിനി കൈതവളപ്പിൽ വീട്ടിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ മണി, മകൾ രേഖ എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ ഇരട്ട കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രേംകുമാറിനെ കണ്ടെത്താൻ കേരള പോലീസ് ഊർജിത ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. ഡൽഹിയിലുള്ള ചില സുഹൃത്തുക്കൾ പ്രേംകുമാറിനെ സംരക്ഷിക്കുന്നതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഇതിനനുസരിച്ച് ഡൽഹിയിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കേദാർനാഥിൽ വെച്ച് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടതായി വിവരം ലഭിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ ഒരു വിശ്രമ കേന്ദ്രത്തിലാണ് പ്രേംകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്തെ നാട്ടുകാർ മൃതദേഹം സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പ്രേംകുമാറിന്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സിലെ ഒരു കുറിപ്പിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറിൽ വിളിച്ചാണ് ആശുപത്രി ജീവനക്കാർ ബന്ധുക്കളെ വിവരം അറിയിച്ചത്. ഈ വിളി മകൾക്കാണ് ലഭിച്ചത്. മകൾ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. ഒരു ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രത്തിലെ ജീവനക്കാരിയാണ് മകൾ. കഴിഞ്ഞ കുറച്ചു കാലമായി പ്രേംകുമാർ തന്റെ കുടുംബവുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. അടുത്തിടെ കുടുംബസ്വത്ത് ഭാഗം ചെയ്യുന്നതിനായി പ്രേംകുമാർ കോട്ടയത്ത് എത്തിയിരുന്നു. അന്ന് 2ാം ഭാര്യയും മക്കളുമെല്ലാം കൂടെ ഉണ്ടായിരുന്നെങ്കിലും തുച്ഛമായ വിലയ്ക്കാണ് ഭൂമി സഹോദരൻ സ്വന്തമാക്കിയത് എന്നതിൽ മകൾക്ക് പരിഭവം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ പ്രേംകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല. മണിയുടെയും രേഖയുടെയും മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയായ അതേ ദിവസമാണ് പ്രേംകുമാറിന്റെ മരണവാർത്തയും എത്തുന്നത് എന്നതും ഈ സംഭവത്തിലെ ഒരു വിരോധാഭാസമാണ്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് അന്വേഷണ സംഘം കേദാർനാഥിലെത്തി മരിച്ചത് പ്രേംകുമാർ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത്. പോലീസ് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായില്ലെങ്കിൽ കേദാർനാഥിൽ തന്നെ സംസ്കരിക്കാനാണ് സാധ്യത. ക്രൂരമായ ആദ്യ കൊലപാതകം. പ്രേംകുമാറിന്റെ ക്രിമിനൽ ജീവിതം തുടങ്ങുന്നത് 2019 അന്ന് ആദ്യ ഭാര്യയായ വിദ്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. കാമുകി സുനിത ബേബിക്കൊപ്പം ജീവിക്കാനായി വിദ്യയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. തൃപ്പൂണിത്തറ ഉദയംപേരൂരിലെ വാടക വീട്ടിലായിരുന്നു പ്രേംകുമാറും വിദ്യയും താമസിച്ചിരുന്നത്. തിരുവനന്തപുരം സ്വദേശിനിയായ സുനിത ബേബി പ്രേംകുമാറിന്റെ സ്കൂൾ സഹപാഠിയായിരുന്നു. വെള്ളറടയിലെ ഒരു സ്കൂൾ റിയൂണിയനിൽ വെച്ച് കണ്ടുമുട്ടിയ ഇരുവരും പിന്നീട് പ്രണയത്തിലായി. ഈ പ്രണയം ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹത്തിലേക്ക് വളർന്നതോടെ വിദ്യയെ ഒഴിവാക്കുക എന്നതായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം. തിരുവനന്തപുരം കളിയിക്കാവിളവിലെ ഒരു ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു സുനിത ബേബി. പ്രേംകുമാർ തമ്പാനൂരിലെ ഒരു ഹോട്ടലിൽ സ്റ്റോർ കീപ്പറുമായിരുന്നു. 2019 മെയ് മുതൽ ഇരുവരും തിരുവനന്തപുരത്തെ ഒരു വില്ലയിൽ ഒരുമിച്ച് താമസവും ആരംഭിച്ചു. സുനിതയ്ക്കും ഭർത്താവും 2 മക്കളും ഉണ്ടായിരുന്നു. ഈ സമയത്ത് വിദ്യ ഉദയംപേരൂരിലായിരുന്നു താമസം. സുനിതയുമായുള്ള പ്രേംകുമാറിന്റെ ബന്ധം വിദ്യ അറിഞ്ഞിരുന്നില്ല. റോഡ് അപകടത്തിൽ പരിക്കേറ്റിരുന്ന വിദ്യയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 2019 സെപ്റ്റംബർ 20 പ്രേംകുമാർ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
അന്ന് രാത്രി വില്ലയിൽ വെച്ച് വിദ്യയെ ബലമായി മദ്യം കുടിപ്പിക്കുകയും പ്രേംകുമാറും സുനിതയും ചേർന്ന് കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് തിരുനെൽവേലിയിലെ ഒറ്റപ്പെട്ട ഒരു റോഡരികിൽ മൃതദേഹം ഉപേക്ഷിച്ചു. പിന്നീട് തിരുനെൽവേലി ലോക്കൽ പോലീസ് മൃതദേഹം കണ്ടെത്തിയെങ്കിലും തിരിച്ചറിയാൻ കഴിയാതെ വന്നതിനാൽ സംസ്കരിച്ചു. മൃതദേഹം ഉപേക്ഷിച്ച ശേഷം പ്രേംകുമാർ വിദ്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഉദയംപേരൂർ പോലീസിന് പരാതിയും നൽകിയിരുന്നു. അന്വേഷണം വഴിതെറ്റിക്കുന്നതിനായി വിദ്യയുടെ മൊബൈൽ ഫോൺ മുംബൈയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ ഉപേക്ഷിച്ചു. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും വിദ്യയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. എന്നാൽ പരാതി നൽകിയതല്ലാതെ പിന്നീട് സ്റ്റേഷനിൽ വരികയോ അന്വേഷണത്തെക്കുറിച്ച് തിരക്കുകയോ ചെയ്യാതിരുന്ന പ്രേംകുമാറിന്റെ പെരുമാറ്റം പോലീസിൽ സംശയം ജനിപ്പിച്ചു. ഈ സമയത്ത് പ്രേംകുമാർ സുനിതയുമൊത്ത് താമസിക്കുകയുമായിരുന്നു. പോലീസ് സംശയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ രാജ്യം വിടാനും പ്രേംകുമാർ ശ്രമിച്ചിരുന്നു. വിദ്യയുടെ കൊലപാതകം നടന്ന് 3 മാസങ്ങൾക്ക് ശേഷമാണ് പ്രേംകുമാറിനെയും സുനിതയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. രണ്ടാം വിവാഹവും ദുരന്തവും ജാമ്യത്തിലിറങ്ങിയ പ്രേംകുമാർ തന്റെ ആദ്യ ഭാര്യ അപകടത്തിൽ മരിച്ചുപോയതാണെന്ന് രേഖയോട് കള്ളം പറഞ്ഞു. 5 മാസം മുൻപാണ് അവരെ വിവാഹം കഴിച്ചത്. എന്നാൽ കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാൻ കോട്ടയത്തെത്തിയ രേഖയ്ക്ക് ചില കാര്യങ്ങൾ മനസ്സിലായെന്ന് സൂചനയുണ്ട്. ഇതേ തുടർന്നാണ് രേഖയെ കൊലപ്പെടുത്തി പ്രേംകുമാർ മുങ്ങിയതെന്ന് പോലീസ് സംശയിച്ചത്. കൊലപാതകത്തിന് ശേഷം നടത്തിയ തിരച്ചിലിൽ ഇവൾ മരിക്കേണ്ടവളാണ് എന്ന പ്രേംകുമാറിന്റെ കൈപ്പടയിലുള്ള ഒരു കുറിപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് ഇയാൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. MBA ബിരുദധാരിയും ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചയാളുമായ പ്രേംകുമാർ തന്റെ ബുദ്ധിയെ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇരട്ട കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ കോട്ടയം കുറിച്ചി സ്വദേശി പ്രേംകുമാറിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടയിലാണ് ഇയാളുടെ മരണ വാർത്ത എത്തിയത്. രേഖയെയും മണിയെയും കൊലപ്പെടുത്തിയത് പ്രേംകുമാർ തന്നെയാണെന്ന് വ്യക്തമാണെങ്കിലും അന്വേഷണം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി DNA സാമ്പിൾ ശേഖരിച്ച് അത് സ്ഥിരീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ പരിശോധന കേസിൽ നിർണായകമാകും. പ്രേംകുമാറിന്റെ മരണത്തോടെ 2 കൊലപാതക കേസുകളിലെ ദുരൂഹതകൾ പൂർണ്ണമായി അവസാനിക്കുമോ എന്ന് കണ്ടറിയണം. അയാളുടെ ജീവിതം ഒരു പാഠപുസ്തകമായി മാറുകയാണ്. കുറ്റകൃത്യങ്ങൾ ഒരിക്കലും വിജയകരമായ ഒരു ജീവിതം സമ്മാനിക്കില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പാഠപുസ്തകം.